ഹലോ, നമുക്കൊരു അടിപൊളി ക്യാരറ്റ് കസ്റ്റാർഡ് ഫ്രൂട്ട് സലാഡ് തയ്യാറാക്കിയാലോ? നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ഒരിക്കലെങ്കിലും തയ്യാറാക്കി നോക്കണേ. അപ്പോൾ നമുക്ക് സമയം കളയണ്ട, വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇനി എല്ലാവരുടെയും നോമ്പ് കാലമൊക്കെ അടുത്ത് വരികയാണ്. അതുപോലെ തന്നെ നല്ല ചൂടാണ്. അപ്പോൾ ഈ ചൂടിനെയൊക്കെ നമുക്ക് ഒന്ന് തണുപ്പിക്കാനും അതുപോലെ നമ്മുടെ നോമ്പൊക്കെ നല്ല അടിപൊളിയാക്കാനും നല്ല ഹെൽത്തിയായ ഫുഡ് കഴിക്കാനും ഒക്കെ ആയിട്ട് നമുക്ക് നമ്മുടെ ആരോഗ്യം നമുക്ക് ശ്രദ്ധിക്കണമല്ലോ. അപ്പോൾ ഇതുപോലെയുള്ള ഡെസർട്ട് അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഫ്രൂട്ട് സലാഡ് ഡെസർട്ടൊക്കെ നമുക്ക് ഉണ്ടാക്കി കഴിച്ചാൽ വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഇത് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ നല്ല ഇഷ്ടമാണ്. കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴൊക്കെ ഇതൊന്നും ഉണ്ടാക്കി കൊടുത്തു വയ്ക്കുക, അവർക്ക് വളരെ ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് 2 വലിയ ക്യാരറ്റാണ്. ചെറുതാണെങ്കിൽ 3 എടുക്കുക. അപ്പോൾ നമുക്കിതിനെ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് അരിഞ്ഞെടുക്കണം. വട്ടത്തിലൊന്ന് അരിയാം. നമുക്ക് വേവിച്ചെടുക്കേണ്ടതാണ്, നന്നായിട്ട് വേവണം. അപ്പോൾ നമ്മൾ കുക്കറിലിട്ടിട്ട് ഒരു സ്പൂൺ പഞ്ചസാരയും കൂട്ടി ഇട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ അതാ കട്ട് ചെയ്തിട്ടുണ്ട്. നല്ല കട്ട് ചെയ്യണം നമ്മൾ. അപ്പോൾ ഇങ്ങനെ വട്ടത്തിൽ കട്ട് ചെയ്യാം. ഒത്തിരി കനം കൂടണ്ട. പക്ഷേ നമുക്ക് അറിയാമല്ലോ, 2 വിസിൽ കേൾക്കുമ്പോൾ നന്നായിട്ട് വേവും. 2 വിസിൽ കേട്ടോട്ടെ, ചിലപ്പോൾ 1 വിസിലിന് വെന്തോണമെന്നില്ല. അപ്പോൾ ഇത് നമുക്ക് വേഗം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് കുക്കറിലേക്ക് മാറ്റിയിട്ട് 1 സ്പൂൺ പഞ്ചസാരയും ഒരൽപ്പം 2-3 സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. അതിനിടയ്ക്ക് നമുക്കിനി ചെയ്യാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്കിനി ഇത് തയ്യാറാക്കണമല്ലോ. നമുക്ക് എന്താ പറയുക, പാല് തിളപ്പിക്കണം. അതിനുവേണ്ടി നമുക്കൊരു വലിയ ഗ്ലാസ്സിന് 3 ഗ്ലാസ് പാൽ ഞാൻ എടുക്കുന്നുണ്ട്. ഒരു 3 കപ്പെന്ന് പറയാം കേട്ടോ. ആ 3 കപ്പ് പാൽ നല്ല ഫുൾ ഫാറ്റ് പാലാണെങ്കിൽ അതായിരിക്കും കൂടുതൽ നല്ലത്. പിന്നെ അതിപ്പോൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് കസ്റ്റാർഡ് പൗഡർ 3.5 സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുക്കുന്നുണ്ട്. ഇത് എടുത്തിട്ട് നമ്മളിത് അറിയാമല്ലോ, നമുക്കിത് കലക്കേണ്ടത് എങ്ങനെയാണെന്നൊക്കെ അറിയാം. പാലിൽ കലക്കണം, നന്നായി ഒട്ടും കട്ടയില്ലാതെ കലക്കി എടുക്കണം. അപ്പോൾ ഒരു 1/2 ഗ്ലാസ് പാൽ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് കലക്കി എടുത്ത് ഒന്ന് മാറ്റി വയ്ക്കാം. നമ്മുടെ പാല് പതുക്കെ, ഞാൻ തീ കുറച്ചാണ് ഇട്ടിരിക്കുന്നത്, പതുക്കെ അവിടെ നിന്ന് ചൂടാകുന്നുണ്ട്. ഇനി ആ പാലിലേക്ക് നമുക്ക് കട്ടയൊന്നുമില്ല കേട്ടോ, അവിടെ ഇരിക്കട്ടെ. ഇനി പാലിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര, 1/2 കപ്പ് എടുക്കുന്നില്ല ഞാൻ. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണ്ടവർക്ക് വേണേൽ 1/2 കപ്പ് ചേർത്തോളൂ കേട്ടോ. എന്നിട്ട് ഒന്ന് നല്ലപോലെ തിളച്ച് വന്നോട്ടെ. തിളച്ച് വരുന്ന കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ കസ്റ്റാർഡ് പൗഡർ കുറച്ച് വീതം ഒഴിച്ച് ഇളക്കിക്കൊണ്ട് വേണം ഒഴിക്കാനായിട്ട്, അല്ലെങ്കിൽ കട്ട പിടിക്കും. ഒട്ടും കട്ട പിടിക്കാതെ നമ്മൾ ഇത് ഒന്ന് നന്നായിട്ട് ഇളക്കി ഒന്ന് കുറുകി എടുക്കണം. ഇനി ഇത്തിരി വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ സ്പൂൺ, 1 സ്പൂൺ മതി. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ കൺസിസ്റ്റൻസി നോക്കണം. അറിയാമല്ലോ നമുക്ക്. അപ്പോൾ തണുത്ത് കഴിയുമ്പോൾ ഇത്തിരിയുടെ ഒന്ന് കുറുകി വരും. ഇത് മതിയാവും. അപ്പോൾ നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. അതോടെ തണുക്കട്ടെ. ഇനി നമുക്ക് നമ്മുടെ ക്യാരറ്റൊക്കെ എല്ലാം ചൂടാറി ഇരിപ്പുണ്ട് കേട്ടോ. ഒരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റിയിരുന്നു, ചൂടാറി ഇരിപ്പുണ്ട്. നമുക്കിനി ഇത് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് ഒന്ന് അരച്ചെടുക്കണം. അതിൻ്റെ വെള്ളം നമുക്ക് മാറ്റിക്കളയാം, അത് വേണ്ട. നമുക്കിതിനകത്തേക്ക് ഒരു സാധനം ചേർക്കാനുണ്ട്. നമ്മുടെ ഐസ്ക്രീമാണ്, വാനില ഐസ്ക്രീമാണ് ഞാനിവിടെ എടുക്കുന്നത്. 3 സ്കൂപ്പ് മതിയാവും. അതിട്ട് കൊടുക്കാം. ഈ ഐസ്ക്രീമും ക്യാരറ്റും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നന്നായി അരയണം. അപ്പോൾ ഒന്ന് അരച്ചു കൊണ്ടുവരാം. കണ്ടോ, അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നേരെ കളറൊക്കെ നല്ല കളറാണ്, നല്ല കൺസിസ്റ്റൻസി ഉണ്ട്, നല്ല സോഫ്റ്റായിട്ട് ഇരിപ്പുണ്ട് അല്ലേ. അപ്പോൾ ഇനി നമുക്ക് ഇത് നമ്മുടെ മിക്സ് അവിടെ ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട് കേട്ടോ. ചൂടാറിയിട്ടേ ചേർക്കാവുള്ളൂ. അപ്പോൾ നമ്മുടെ മറ്റേ ക്യാരറ്റ് മിക്സ് കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഒരിക്കലെങ്കിലും തയ്യാറാക്കി നോക്കണേ. അതുപോലെ തന്നെ നിങ്ങൾ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റുകളായിട്ട് അറിയിക്കണം. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നല്ലപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണേ. നമ്മൾ വെറുതെ സ്പൂൺ കൊണ്ടോ സ്പാച്ചില കൊണ്ടോ ഒക്കെ മിക്സ് ചെയ്താൽ മതി. അപ്പോൾ മിക്സ് ചെയ്ത ശേഷം നമുക്കിനി ഇത് ഒന്ന് നന്നായിട്ടൊന്ന് തണുപ്പിക്കണം. ഒരു 3-4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ. അപ്പോൾ ഒരു ഗ്ലാസ് ബൗളിലേക്ക് ഞാൻ മാറ്റുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള പാത്രത്തിൽ വെക്കാം. അതവിടെ 3 മണിക്കൂർ അവിടെ ഇരുന്നോട്ടെ. അതിനിടയ്ക്ക് നമുക്ക് നമ്മുടെ ഫ്രൂട്ട്സൊക്കെ അരിഞ്ഞെടുക്കണം. ഫ്രൂട്ട്സ് നമുക്ക് അറിയാം, നമുക്ക് ഇഷ്ടമുള്ള വീട്ടിലുള്ള ഫ്രൂട്ട്സൊക്കെ, ഒത്തിരി പുളിയുള്ള ഫ്രൂട്ട്സ് ഉപയോഗിക്കാതിരിക്കണം. അപ്പോൾ അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഫ്രൂട്ട്സ് തണുത്ത് വന്നപ്പോൾ ഞാൻ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്.
ഇതിൻ്റെ മുഴുവൻ എടുക്കുന്നില്ല കേട്ടോ, പകുതി എടുക്കുന്നുള്ളൂ. കാരണം നമ്മൾ ആരെങ്കിലും വരുമ്പോൾ നമുക്ക് വിരുന്നുകാർ വരുമ്പം അത് ഫ്രിഡ്ജിൽ ഇരുന്നാൽ മതി. ഫ്രൂട്ട്സ് അരിഞ്ഞ് നമുക്ക് അപ്പം തന്നെ വിരുന്നുകാർക്കൊക്കെ കൊടുക്കാൻ പറ്റും. കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴാണെങ്കിലും പഴം എല്ലാം കൂടെ നേരത്തെ ചേർത്ത് വയ്ക്കരുത്, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് പോകും. അന്നേരം മാത്രമേ പഴം ചേർക്കാവുള്ളൂ. കണ്ടോ, ഇതാണ് കൺസിസ്റ്റൻസി, കറക്റ്റ് കൺസിസ്റ്റൻസിയാണിത്. അപ്പോൾ പഴമൊക്കെ ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ആ പഴങ്ങൾ നമുക്ക് നമ്മുടെ വീട്ടിൽ ഏതൊക്കെ പഴമുണ്ടോ അതൊക്കെ ചേർക്കാം. ഇത് ആദ്യം ചേർക്കുന്ന ബനാനയാണ്. ബനാന മുഴുവൻ ചേർത്തില്ല, കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് പൈനാപ്പിൾ നല്ലപോലെ പഴുത്താവണം. ഇത് ആപ്പിള്, അതും കുറച്ച് ഒരെണ്ണം അരിഞ്ഞിട്ട് കുറച്ച് ചേർക്കുന്നുണ്ട്. മാമ്പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ബ്ലാക്ക് മുന്തിരി, ഇത് ഗ്രീൻ മുന്തിരിയുണ്ട്. പിന്നെ നമ്മുടെ അനാർ കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ചേർക്കാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഡ്രൈ ഫ്രൂട്ട്സ് കാഷ്യൂനട്ടോ ബദാമോ നമുക്ക് ഇഷ്ടമുള്ളത്, വേറെ നമ്മുടെ വീട്ടിലുള്ള ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് കുറച്ച് കാഷ്യൂനട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സബ്ജ സീഡ്സ് ഒരു 3 മിനിറ്റ് മുമ്പ് കുതിർത്തി വെച്ചിരുന്നു. അതൊരു നമ്മുടെ ഇഷ്ടത്തിന് 1 സ്പൂണോ 1.5 സ്പൂണോ ഒക്കെ ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർക്കുമ്പോൾ നല്ല ഒരു ഭംഗിയും ആണ്, നല്ലൊരു ടേസ്റ്റുമാണ്. അറിയാമല്ലോ, സബ്ജ സീഡ്സിന് അതിൻ്റെതായ ഗുണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വളരെ ഹെൽത്തിയാണിത്. നമുക്ക് ആർക്കും കൊടുക്കാവുന്ന നല്ല ഒരു ഹെൽത്തിയായ ഒരു ഫ്രൂട്ട് സലാഡാണിത്. വെറൈറ്റി ആണിത്. കണ്ടോ, ഇതുപോലെ ഇരുന്നാൽ മതി. ഇനി നമുക്ക് ബൗളിലേക്ക് എടുത്തിട്ട് നമുക്ക് ഈ ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് വീണ്ടും നമുക്ക് ചേർക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്തേക്കണം. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ആദ്യമായി കാണുവാണെങ്കിൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ് ചെയ്യുമ്പോൾ ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് ഓളെന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യണേ. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.